വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റതിന് ശേഷം UDF-മായി ബന്ധപ്പെട്ട് ഉയർന്ന ഏറ്റവും വലിയ പരാതി, ആക്ഷേപം, UDF-ന് ഏകോപന സമിതിയുണ്ട്, ബോർഡ് കോർപ്പറേഷൻ തീരുമാനങ്ങൾ വൈകുന്നുണ്ട്, പല സമിതികളിലേക്കും ആളുകളെ നിയമിക്കാനുണ്ട്, മന്ത്രിമാരുടെ സ്റ്റാഫുകളിൽ പോലും ആളുകളാകാത്ത പശ്ചാത്തലമുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഭരണം കിട്ടി, പക്ഷേ പാർട്ടി സംവിധാനങ്ങൾ താറുമാറായി എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യത്തെ UDF ഏകോപന സമിതി യോഗം ഇന്ന് ചേരുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. രാവിലെ 11 മണിക്ക് ക്ലിഫ് ഹൗസിലാണ് യോഗം. വി.ഡി. സതീശൻ സർക്കാർ നേരത്തെ പറഞ്ഞ പോലെ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മുന്നണി യോഗമാണ്. സർക്കാരിന് കീഴിലുള്ള നിരവധി നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ യോഗത്തിൽ ഉണ്ടാകും. വിവിധ കമ്മീഷനുകളിൽ നിയമനങ്ങൾ ഉണ്ടാകണം, ഘടകകക്ഷികൾക്കിടയിൽ വീതം വെക്കണം, തർക്കങ്ങൾ പരിഹരിക്കണം, തർക്കങ്ങൾ പരിഹരിച്ച് വേണം പദവികൾ വിഭജിക്കാൻ എന്നുള്ളതാണ്. ഉപസമിതിയെ ചുമതലപ്പെടുത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും UDF-ന് ഈ സംബന്ധിച്ച് ചില മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ UDF വിട്ടുപോയ കേരള കോൺഗ്രസ് എം പോലെയുള്ള കക്ഷികൾ അവർ കഴിഞ്ഞ ഭരണകാലത്തൊക്കെ വഹിച്ചിരുന്ന സ്ഥാനങ്ങളുണ്ട്. LDF സർക്കാർ കൂടുതലായി കൊണ്ടുവന്ന ബോർഡുകളും കോർപ്പറേഷനുകളുമുണ്ട്. അതിൻ്റെയൊക്കെ വിഭജനമാണ് പ്രധാന വിഷയം. ഇന്ന് ആ യോഗം ചേരും എന്നാണ്, അതിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. UDF സർക്കാർ അധികാരമേറ്റ് 2 മാസം പിന്നിടുമ്പോഴാണ് ആദ്യ മുന്നണി യോഗം ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വെച്ച് ചേരുന്നത്. അധികാരമേറ്റ സർക്കാരിന് ഒരുപാട് വെല്ലുവിളികൾ മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ചകൾ ഇന്നത്തെ UDF മുന്നണി യോഗത്തിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം പ്രധാനമായി ബോർഡ് കോർപ്പറേഷനുകളുടെ ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ലീഗ് നേതൃത്വവും അടക്കം അവകാശവാദവുമായി ഉന്നയിച്ചുകൊണ്ട് പല പദവികൾക്കും വേണ്ടി രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ചകളായിരിക്കും നടക്കുക. മാത്രവുമല്ല, ഇത് സംബന്ധിച്ച തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയും ഈ ഉചിതമായ പദവികൾ അനുയോജ്യരായവർക്ക് നൽകുന്നതിന് വേണ്ടിയും ഒരു ഉപസമിതിയെ യോഗം ചുമതലപ്പെടുത്തിയേക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മുന്നണിയെ ഒറ്റക്കെട്ടായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികളും UDF യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും. എന്തായാലും സർക്കാർ അധികാരമേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗം എന്നൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി ഇന്നത്തെ യോഗത്തിലുണ്ട്. 2 മാസത്തിനിടെ UDF സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി, അതായത് ഏത് തരത്തിൽ എത്ര കാര്യക്ഷമമായി 2 മാസം കൊണ്ട് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ചകളും വിലയിരുത്തലുകളും ഇന്നത്തെ UDF യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.